കോഴിക്കോട് കൊയിലാണ്ടി അടിപ്പാത ദേശീയപാതയുടെ അടിപ്പാത നിൽക്കുന്ന പ്രദേശത്ത് തിരുവങ്ങൂർ കൊയിലാണ്ടി തിരുവങ്ങൂരിലാണ് സംഭവം. തിരുവങ്ങൂർ സ്കൂളിനും അടിപ്പാതയ്ക്കും ഒത്ത മധ്യത്തിലായാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇവിടെയാണ് ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി തന്നെ ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തിക്കിടെ സ്ലാബ് താഴേക്ക് സർവീസ് റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സാധാരണയായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ ഒരു സ്കൂൾ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ആളപായം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ആ സമയത്ത് ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ കുറവായതും അപകടത്തിൽ ആളുകൾക്ക് പരിക്ക് ഏൽക്കാതിരിക്കാൻ സഹായകരമായി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും മറ്റ് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാവുമായിരുന്നു. ഇത് ട്രെയിനിൽ ഈ സ്ലാബ് ഉയർത്തുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. നേരത്തെയും ഈ കഴിയൂർ വെങ്ങളം ട്രെയിനിൽ ഈ തിരുവങ്ങൂരിലെ ഒരു അപകട സാധ്യത സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ MP ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തിയത് പാർലമെന്റിലൂടെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ അപകട സ്ഥലം കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള PV അൻവറും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ TP ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ, UDF-ന്റെ നേതാക്കൾ സന്ദർശിച്ചിട്ടുണ്ട്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ജനങ്ങൾ പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് എന്നുള്ളതാണ്. PV അൻവർ പ്രതികരിച്ചത് ജനങ്ങൾക്ക് ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് നൽകുന്ന ഒരു സാഹചര്യം വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണെന്നും ജനങ്ങൾ പറയുകയാണ്. ശരി, കോഴിക്കോട് തിരുവങ്ങൂരിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്നു വീണത്. വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലേക്കാണ് സ്ലാബുകൾ വീണിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.